ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോവാട്ടോ. കുഞ്ഞൻ വരുന്നില്ല. ആളങ്ങ് കായംകുളത്തോട്ട് പോവും. ഈ ഒരു വീഡിയോ എടുത്തേക്കുന്നെ അതായത് നമ്മുടെ ഓട്ടിടിയിൽ ഉണ്ടല്ലോ, അതിൻ്റെ തലേന്ന് എടുത്ത വീഡിയോ ആണ്. ഓട്ടിടാൻ വേണ്ടിയിട്ട് ഞാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അന്ന് പോകാമെന്നാണ് കരുതിയത്. പക്ഷേ കുഞ്ഞൻ പറഞ്ഞു ഉച്ച ആയപ്പോഴത്തേക്ക് നീ വീട്ടിലോട്ട് പൊക്കോ, 2-3 ദിവസത്തെ തുണിയും കൂടെ എടുത്തോ, ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞു കേട്ടോ. ഞാൻ ഈ മനുഷ്യൻ്റെ അടുത്ത് ഞാൻ പോയിട്ട് അന്ന് തന്നെ ഇങ്ങനെ വരാമെന്നാണ് പറഞ്ഞത്. പക്ഷേ എൻ്റെ അടുത്ത് 3-4 ദിവസത്തേക്ക് എടുത്തുകൊണ്ട് പൊക്കോളാൻ പറഞ്ഞു. പിന്നെ കുഞ്ഞനാണെങ്കിൽ അവിടെ കായംകുളത്ത് നിന്നിട്ട് ബാങ്കിൽ പോകാനോ എവിടേക്ക് പോകാനൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടേ വരുള്ളൂ. അതുകൊണ്ട് പിന്നെ എനിക്ക് തന്നെ അവിടെ വരെ പോകാൻ പറ്റില്ല, അത് ബസ്സിൽ പോകാൻ. അതുകൊണ്ട് ഞാൻ അമ്മയടുത്ത് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അമ്മ പിന്നെ വന്നപ്പോഴത്തേക്ക് വൈകുന്നേരമായി. അന്നേരം പിന്നെ ഞങ്ങൾ വന്ന ഉടനെ ഇറങ്ങുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ബസ്സിൽ കയറി. എനിക്കാണെങ്കിൽ സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഒറ്റ മനുഷ്യന്മാരും എഴുന്നേറ്റ് വരുന്നില്ല. എനിക്കാണെങ്കിൽ ബസ്സിൽ കുഞ്ഞിനെയും കൊണ്ട് കയറാൻ ഭയങ്കര പേടിയായിട്ടോ. ബ്രേക്കൊക്കെ ചവിട്ടുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമല്ലോ. ഒറ്റ കയ്യിൽ കുഞ്ഞും പിന്നെ ഒരു കൈ കൊണ്ട് നമ്മൾ പിടിക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് ബാലൻസ് നിൽക്കത്തേ ഇല്ല. ഈ ഒരു ക്യാരിങ് ബാഗ് ഉള്ളതുകൊണ്ടാട്ടോ ശരിക്കും പറഞ്ഞാൽ ആ സമയത്ത് എനിക്ക് ഭയങ്കര ഉപകാരപ്പെട്ടത്. കാരണം 2 കൈ കൊണ്ട് നമുക്ക് മുറുകനെ പിടിച്ച് നിൽക്കാനും പറ്റും. കുഞ്ഞിനെ ഇങ്ങനെ താങ്ങി പിടിക്കേണ്ട ആവശ്യമില്ല. അവൾ സേഫായിട്ട് ഇരിക്കുകയും ചെയ്യുമല്ലോ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ചേട്ടൻ, ആരും എഴുന്നേക്കാത്തതുകൊണ്ട് ഒരു ചേട്ടൻ എനിക്ക് എഴുന്നേറ്റ് തന്നിട്ടുണ്ടായിരുന്നേ. പെണ്ണുങ്ങൾ ആരും ഒറ്റ മനുഷ്യരും തിരിഞ്ഞു പോലും നോക്കുന്നില്ല. നമ്മൾ കയറുമ്പോഴത്തേക്ക് കുനിഞ്ഞങ്ങിരിക്കും കേട്ടോ. പണ്ടൊക്കെ ആണെങ്കിൽ പ്രായമുള്ളവരൊക്കെ കയറുമ്പോഴും ഈ പ്രഗ്നൻ്റ് ആയിട്ടുള്ളവർ കയറുമ്പോഴും കുട്ടികളായിട്ട് കയറുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര പേടിയാട്ടോ. ഞാൻ അപ്പോഴേ എഴുന്നേറ്റ് കൊടുക്കുമായിരുന്നു. ഇപ്പം പക്ഷെ അങ്ങനെയൊന്നും അല്ല. എല്ലാവരുടെയും മൈൻഡൊക്കെ ചേഞ്ച് ആയിട്ടുണ്ടെന്ന് എനിക്ക് ഇപ്പോഴാട്ടോ മനസ്സിലായത്. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടുന്ന് കൊല്ലത്തുനിന്ന് കയറി. പിന്നെ അഞ്ചലെത്തി. അഞ്ചേത് പെട്ടെന്ന് തന്നെ ബസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നേരെ വീട്ടിലോട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ഇട്ടേക്കുന്ന ഈ ഒരു ടോപ്പിൻ്റെ, ഞാൻ ഇട്ടിരുന്ന ബാഗിൻ്റെയും പിന്നെ ഈ ഒരു ക്യാരിങ് ബാഗിൻ്റെയും ലിങ്ക് കൊടുത്തേക്കാം. 3 അടിപൊളി സാധനമാണ് കേട്ടോ. ഈ ഒരു ടോപ്പ് ഞാൻ ഇട്ടിട്ട് കഴുകി ഇതുവരെ അതിന് ഒരു കുഴപ്പമില്ല. നല്ല പ്യുവർ കോട്ടനാണ്. നല്ല സോഫ്റ്റ് ആണ് കേട്ടോ മെറ്റീരിയൽ. തണുപ്പിലും ചൂടത്തും ഒക്കെ ഇടാൻ പറ്റുന്ന അടിപൊളി. ഞാൻ വരുന്നില്ലെന്ന് പോവാന്ന് എങ്ങോട്ടാണ്? അടുക്കള പോവാനോ? പോവാന്ന് എനിക്ക് ചോക്കുറ്റി 2 തരികയും ചെയ്തു. വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ മമ്മിയുടെയിലും അമ്മച്ചമ്മയുടെയിലും ഋതു പോയില്ല കേട്ടോ. കണ്ട് ചിരിച്ചൊക്കെ കാണിച്ചുള്ളൂ. പിന്നെ അമ്മയുടെയിൽ പോകുന്നതാണ് എനിക്ക് ഏറ്റവും ഒരു ആശ്വാസം. അങ്ങനെ മമ്മി ഞാൻ വരുന്നെന്നൊക്കെ പറഞ്ഞിട്ട് ആൾ പൂരിയൊക്കെ ഉണ്ടാക്കുകയാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് പൂരി അത്ര അങ്ങോട്ട് ഇഷ്ടമല്ല. ഇഷ്ടമാണ്, പക്ഷേ എനിക്കത് കഴിക്കുമ്പോൾ എനിക്ക് തല ഇറങ്ങിയൊക്കെ ചെയ്യും കേട്ടോ. കൂടുതൽ എണ്ണ കഴിക്കുന്നതുകൊണ്ടാണെന്ന് തോന്നും. ഇപ്പോൾ കുറച്ച് നാളായിട്ടുള്ളതാണ്. അതുകൊണ്ട് ഞാൻ അധികം അങ്ങനെ കഴിക്കില്ല. പിന്നെ മമ്മി ബോണ്ടയൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു. അങ്ങനെ അതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നേ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് മമ്മിയുടെ കയ്യിൽ പിന്നെ ഋതു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആൾ അവിടെ ആയിട്ടങ്ങ് സെറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഫുഡൊക്കെ കഴിക്കാനൊക്കെ ഉള്ള സമയം ആയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ ഒരു സമയം ആയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ പിന്നെ ചായ ഇട്ടുകൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് നല്ല തലവേദന ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ചൂടോടെ ഒരു ചായയൊക്കെ കുടിച്ചു. അമ്മച്ചമ്മയാണെങ്കിൽ ഇവിടെ ടി വിയിലാണ് കേട്ടോ, മുഴുകിയിരിക്കുകയാണ്. സീരിയലൊക്കെയാണ്. വൈകുന്നേരം 6:30 അങ്ങോട്ട് തുടങ്ങുന്നതാണ്. ഒരു 10 മണി വരെ ഇരുന്ന സീരിയൽ അങ്ങോട്ടൊക്കെ കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ അമ്മ എനിക്ക് പൂരിയും കിഴങ്ങ് കറിയും കൂടെ കൊണ്ടു തന്നേ. ശരിക്കും പറഞ്ഞാൽ അതിൽ നിന്ന് ഒരെണ്ണം ഞാൻ എടുത്ത് കഴിച്ചോളൂ. പാടിട്ട് ഉണ്ടാക്കിയതാണല്ലോ, അതുകൊണ്ട് ഞാൻ ഒരെണ്ണം കഴിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് പൂരി കഴിക്കുന്നത് അങ്ങോട്ട് സുഖമില്ല. പക്ഷേ ഇച്ചിരി ചോറും വെള്ളമൊക്കെ ഒഴിച്ച് തന്നാൽ എനിക്കത് ഭയങ്കര സന്തോഷമാണേ. അങ്ങനെ ഞാൻ അമ്മയെടുത്ത് പറഞ്ഞു, അമ്മ എനിക്ക് ചോറിനകത്ത് വെള്ളം ഒഴിച്ച് തരാമോ എന്ന്. അങ്ങനെ വെള്ളം ഒഴിച്ച് അതിൽ കുറച്ച് സാമ്പാറും ഒഴിച്ച് പിന്നെ മാങ്ങ ഉപ്പിലിട്ടതും അച്ചാറിട്ടതും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കാന്താരി മുളക് അമ്മ ഫ്രഷ് സാധനം പറിച്ചു കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. അതും കൂടെ അങ്ങോട്ട് ഞെരടി അങ്ങോട്ട് കഴിക്കണം. എൻ്റെ സാറേ എന്തൊരു ടേസ്റ്റാണ്. അയ്യോ, വേറെ ഒന്നിനും ഈ ഒരു ടേസ്റ്റ് കാണത്തില്ല. പഴങ്കഞ്ഞിയും പൊതിച്ചോറും എൻ്റെ ഒരു വീക്ക്നെസ്സാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കറികളൊന്നും ഇല്ലെങ്കിൽ തന്നെ ഞാൻ ഇച്ചിരി ചോറും വെള്ളം ഒഴിച്ച് അതിനകത്ത് ഉപ്പിട്ട് ഒരു മുളക് ഉണ്ടെങ്കിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാടാ. അങ്ങനെ അത് വയറ് നിറച്ചും കുടിച്ചു. മനസ്സങ്ങ് സംതൃപ്തിയായി എന്ന് വേണമെങ്കിൽ പറയാം. നല്ല തണുവാണ് കേട്ടോ. ഇത് പക്ഷേ പഴങ്കഞ്ഞി അല്ല കേട്ടോ. ചോറിനകത്ത് ഞാൻ വെള്ളം ഒഴിച്ച് കഴിച്ചതേ ഉള്ളൂ. രാവിലെ പഴങ്കഞ്ഞി കുടിക്കണം. തലേന്ന് ചോറിനകത്ത് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് കഴിക്കുമ്പോൾ നല്ല സുഖമാണ്. ഇച്ചിരി ഉണക്കമീനും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ പൊളിച്ചാനെ. അങ്ങനെ പിന്നെ ഫുഡ് കഴിപ്പൊക്കെ കഴിഞ്ഞു. ആ ഒരു സമയം കൊണ്ട് അമ്മ ഋതുവിന് ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നേ. ഋതുവിനാണെങ്കിൽ ചൂട് സമയം തുടങ്ങിയ ശേഷം ആൾക്ക് ഉടുപ്പിട്ട് കൊടുക്കാറേ ഇല്ല. ഞാൻ ഹോസ്പിറ്റലിൽ പോയി ഈ പൊങ്ങി ഇങ്ങനെ നിൽപ്പുണ്ടായിരുന്നു. അപ്പം കാണിച്ചപ്പോഴും ഡോക്ടർ പറഞ്ഞു ഡ്രസ്സ് അങ്ങനെ ഇട്ട് കൊടുക്കണ്ടെന്നാട്ടോ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഈ നിക്കർ മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ പിന്നെ ഋതു ആണെങ്കിൽ അമ്മച്ചമ്മയോടെ ഇനി പോകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു താളം തുള്ളി ഇങ്ങനെ നിൽക്കുന്നത്. ഉറക്കം കൊണ്ടുവന്ന് ഞാൻ കിടത്തിയാട്ടോ. ഇനി ഇവളെ ഞാൻ ഉറക്കിയെടുക്കട്ടെ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയ്ക്കുള്ളൂ. ടാറ്റാ.